ബെൻസിന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ വ്ളോഗ് അല്ലേ? വ്ളോഗ് തന്നെയല്ലേ ഇത് പറയുന്നത്? ഓക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ചാനലിനെ കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് ഞാനൊരു ഷോർട്സ് ഇട്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഇങ്ങനെ എന്താണ് ഓരോരോ വണ്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്തൊരു ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ രണ്ടാമത്തെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് വ്ളോഗും കൂടെ ചെയ്താലോ എന്ന് പറഞ്ഞുള്ള ഒരു ആദ്യം വന്ന് അപ്പൊ രണ്ടാമത്തെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിനു ശേഷമാണ് അളിയന്റെ ഐഡിയ കേട്ടോ. കാരണം അത് ഏതായാലും ഇതാക്കുന്നല്ലേ, നമുക്കൊരു വ്ളോഗായിട്ടൊക്കെ ചെയ്ത് കളയാം. നമുക്ക് ഓരോരോ അളിയന്റെ കൺസെപ്റ്റ് ആണ് കേട്ടോ. ഫുള്ള് ഓരോന്ന് ഇങ്ങനെ ചെയ്യണം, എന്ത് ഇതാക്കണം എന്നൊക്കെ അളിയനാണ് പറഞ്ഞു തരുന്നത്. ഇതിപ്പോ എത്രാമത്തെ? മൂന്നാമത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഒന്നും ഇഷ്ടപ്പെടത്തില്ല. ഓരോ വണ്ടികൾ പോയി ഇതെങ്കിലും പറ്റുമോ നോക്കാം നമുക്ക്. ഇതെങ്കിലും നമുക്ക് പറ്റിക്കണം അല്ലേ? തീർച്ചയായും. അഖിലല്ലേ? അഖിൽ എന്ന് പറഞ്ഞ റെപ്രസെന്റേറ്റീവ് ആണ്. അയാൾ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് വരാന്ന് പറഞ്ഞത്? ഇവിടെ എവിടെയാണ് അവരുടെ യാർഡ്? വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താണ് അളിയന്റെ അഭിപ്രായം വണ്ടി എടുക്കുന്നതിനെ കുറിച്ച്? നമ്മൾ ആദ്യം ആലോചിച്ച് തീരുമാനിച്ചാണല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് ഇനി നോക്കി ഓടിച്ചെന്ന് നോക്കിയിട്ട് പറയാം. അദ്ദേഹം വരുന്നവരെ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. എവിടെയാലും വണ്ടി നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഒരു പമ്പൊക്കെ ഉണ്ട്. CNG പമ്പ് അല്ലേ? എത്ര മതി ഇറങ്ങി നമ്മള്? ഈ ഗൂഗിൾ മാപ്പൊക്കെ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ ഉണ്ടല്ലോ. ഈ ഗൂഗിൾ H പണിയിരുന്നേ കറക്റ്റ് അപ്ഡേഷൻ ചെയ്യണം. ഓരോ ദിവസവും അപ്ഡേഷൻ വരുന്നില്ല. ഈ അപ്ഡേഷൻ കറക്റ്റ് ടൈമിന് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് ഈ ഗൂഗിൾ H കൊണ്ടുപോയി പണിയിട്ടിരിക്കുന്നത്. അത് നമുക്കിപ്പോൾ ഒരു പണി കിട്ടിയതിന്റെ ബേസിസിലാണ് ഇങ്ങനെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറേ കറങ്ങാൻ പണിയുണ്ട്. അത് പണിക്കെത്താൻ പറഞ്ഞ. അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ മലയാളികളല്ലേ, നമ്മൾ 9 മണി പറഞ്ഞിട്ടുണ്ട്. 9:28 ഇവിടെ എത്തിയിട്ടുണ്ട്. അരമണിക്കൂർ ലേറ്റ്. ഓക്കെ, അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വേറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം മുത്തിരിക്കുകയാണ്. ഒരു വണ്ടിയുടെ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കിലായിരുന്നു. വണ്ടിയുടെ ഇതിന് വേണ്ടിയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറേ യാർഡിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു. ഇവിടേക്കുള്ള യാത്രയിലാണ്. ചെറിയ വഴിയിലൊക്കെയാണ്. ഇതിൽ തന്നെയാണ് ഞാൻ ശ്രീകുട്ടീനെ ഡാൻസ് ക്ലാസ് ആ കാണുന്നത്. കുറേ വണ്ടികൾ വരുന്നത് റോഡിലേക്ക് ഇറക്കാൻ പറ്റുമോ? വണ്ടി അറിയത്തില്ല. യാടിനകത്തിട്ട് ഓടിക്കാന്ന് പറഞ്ഞത്. സുഹൃത്തുക്കളെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി ഇവിടെ നിന്ന് ഓടിച്ചു പോകാൻ നോക്കി. പക്ഷെ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ മണ്ണ് തീരെ പിടിക്കുന്നില്ല. ഒന്നാമത് വണ്ടിക്കാണെങ്കിൽ ബോഡി ഇല്ലാത്തതുകൊണ്ട് വണ്ടി തീരെ ട്രാക്ഷൻ തീരെ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഒരു റൗണ്ട് കൊണ്ട് ഇറങ്ങിയിട്ട് വണ്ടി തീരെ പിടിക്കാത്തതുകൊണ്ട് വണ്ടി കയറി പോകുന്നൊക്കെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് നോക്കിയിട്ട് നടന്നില്ല. അവസാനം ഷോറൂമിൽ നിന്ന് അതിന്റെ റെപ്രസെന്റേറ്റീവ് PDI വന്ന് വണ്ടി കൂളായിട്ട് മൂപ്പര് 2 സ്റ്റെപ്പ് ഡിഫറൻഷ്യൽ ലോക്ക് ഉണ്ട് വണ്ടിക്ക്. അപ്പൊ സെക്കൻഡ് സ്റ്റെപ്പിൽ മൂപ്പര് അത് കയറ്റിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇവിടുന്ന് ഓടിക്കലും നടക്കും. അപ്പൊ മൂപ്പര് പറഞ്ഞ ഷോറൂമിലേക്ക് ചെല്ല്, നമുക്ക് ഷോറൂമിൽ നിന്ന് വെച്ച് കാണാം, അവിടെ വെച്ച് ഇതാക്കാന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഷോറൂമിലേക്ക് പോവാം. സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ കാറ് തന്നെ തെന്നി കളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈമിൽ എന്തായാലും അത്രയും ലോറി അവിടെ ഇട്ട് ഓടിക്കുന്നത് തീരെ സേഫ് അല്ല. തീരെ സേഫ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ സേഫ് അല്ല. കാരണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചവിട്ടിയാൽ ഒന്നാമത് കാലി കിടക്കുന്ന വണ്ടിയാണ്. അതിനകത്ത് ലോഡും ഇല്ല. വണ്ടിയുടെ ബോഡീന്റെ വെയിറ്റ് പോലും ആ വണ്ടിക്ക് എത്തില്ല. ഇപ്പോൾ ഒരു ചേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സാധനം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇട്ട് ഓടിക്കുക എന്ന് പറയുന്നത് തന്നെ റിസ്ക് ഉള്ള കാര്യം. നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. തിരിച്ച് അവരുടെ ഷോറൂമിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്യൂരിറ്റിൻ്റെ സിഗ്നലാണ് ഇപ്പോൾ ഈ കേൾപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവരും
ഇതേപോലെ അലാറം നിങ്ങളെ കേൾപ്പിച്ചു തരാൻ വേണ്ടിട്ടോ, അല്ലാണ്ട് ഞാൻ സീറ്റ് കണ്ടിടാൻ മറന്നല്ല. കണ്ടോളയാ തീർച്ചയായും. വണ്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ സൂപ്പർ വണ്ടി, അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടി. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. സുഹൃത്തുക്കളെ, നമ്മള് യാടി പോയിട്ടുണ്ടായിരുന്നു. യാടി പോയപ്പോഴത്തേക്കും അവിടെ വണ്ടി ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ്. അല്ല ഗിൽബ്രു, ഇതാണ് നമ്മുടെ മഴയായതുകൊണ്ട് അവിടെ ഇതില്ലല്ലോ, നമ്മളെ ഇതുപോലെയല്ലേ യാടൊക്കെ ആകുമ്പോഴത്തേക്കും വെറും മണ്ണും ഇതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ഭയങ്കര ചെളിയാണ്. അപ്പോൾ അതിലൂടെ നമുക്ക് നോക്കലും ഇതാക്കലും ഒന്നും നടക്കൂല. അപ്പോൾ അഖിൽ ബ്രോ, ഇതാണല്ലേ നമ്മുടെ വണ്ടി? 36 23 35 26 ടൺ GVW 260 bhp. അപ്പോൾ 35-26 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ ഒരു അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്. അപ്പൊ ഈ 26 എന്നുള്ളത് ഇതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന 23 ആയിരുന്നു. 230 വണ്ടികൾക്ക് 230. ഇതിപ്പോ കൂടിയിട്ടുണ്ട്, പവർ കൂടിയിട്ടുണ്ട്, ഹോഴ്സ് പവർ കൂടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സെക്ഷനിൽ വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളില്ല. ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ബോണറ്റ് ഓപ്പണിങ്. പിന്നെ വേറെ എന്താണ് ഇതിനകത്ത് ഫ്രണ്ട് സെക്ഷനിൽ? ഹെഡ്ലൈറ്റ് അല്ലേ? ഹെഡ്ലൈറ്റ് വന്നിട്ട് അതുപോലെ തന്നെ ബമ്പർ വന്നിട്ട് നമുക്കുള്ള മെയിൻ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ് 3 പീസ് ആയിട്ടാണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഒരു പീസ് എന്തെങ്കിലും തട്ടി കഴിഞ്ഞാൽ ഇത് ഇതായിട്ട് തന്നെ മാറ്റും. മറ്റുള്ള വണ്ടികൾക്ക് ഫുൾ ഒറ്റ സെറ്റ് ആയിരുന്നു, ഒറ്റ സെറ്റ് ബമ്പറായിട്ട് പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു DRL വരുന്നത് ഭാരത് മാത്രമേ ഉള്ളൂ കൊമേഴ്ഷ്യലിൽ. DRL ഐഷറിന്റെ ചെറിയ വണ്ടികൾക്കുണ്ട്, വലിയ വണ്ടികൾക്ക് വരുന്നത് ഭാരത് മാത്രം. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടിന്റെ ഒരു ഇത്. ഈ എംബ്ലം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഒറിജിനൽ എംബ്ലം തന്നെ വരുന്നത്. ഒറിജിനൽ എംബ്ലം, പാർട്ട് നമ്പറുള്ള സാധനം. അപ്പോൾ ഇതിനകത്ത് ഇതാണ് വണ്ടി. ഇതിപ്പോൾ ഡെലിവറിക്ക് ആയിട്ട് ഇട്ടിരിക്കുന്ന വണ്ടിയാണ്. നമ്മൾ വണ്ടീനെ കുറിച്ച് അറിയാനും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കാനും വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഭാരത് ബെൻസ് ക്യാബിൻ വ്യൂ. ഇപ്പോൾ ഓടി വന്ന വണ്ടി ആയതുകൊണ്ട് കുറച്ച് ചെളി ഉണ്ടാവും. ഇതിപ്പോൾ ഓടി വന്ന വണ്ടിയാണ്, വീഡിയോ ഒക്കെ എടുക്കുന്നുള്ളൂ. ഇനി കഴുകാനുണ്ട്. വാട്ടർ സർവീസ് ഇല്ലേ ഇതിന്? വാട്ടർ സർവീസ് എല്ലാം കഴിഞ്ഞിട്ട് ഡെലിവറിക്ക് കസ്റ്റമറിന് കൊടുക്കുകയുള്ളൂ. ഇതിപ്പോൾ ഇവിടെ അടുത്ത് ഏതുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. കണ്ടോ, നല്ല അടിപൊളി. ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞാണ് സെൻട്രൽ ലോക്ക്. ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യാം. ഇതേതായാലും ഒരു ഇന്നോവേഷൻ തന്നെയാണ് ബെൻസുകാർ നമുക്ക് ചെയ്തു തരുന്ന ഒരു ഇന്നോവേഷൻ. ഇത് സീറ്റിലൊക്കെ ഇവിടെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് കാലെത്തുന്നില്ല കേട്ടോ. എൻ്റെ ഹൈറ്റിന് ജസ്റ്റ് ഇവിടെയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെയും കൂടെ ബെൻസിൻ്റെ എംബ്ലം അടിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ അപ്പൊ ഇതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ. ഇതെന്താണ് ബ്രോ ഇതിന്റെ ഉള്ളിൽ എന്തോ ഒരു? അതിന്റെ ഉള്ളിൽ നമ്മുടെ ഈ ഇത് വരുന്നത് ഡ്രൈവർ മോണിറ്ററിംഗ്, അലാറം വരുന്നത്. അലാറം വരുന്നത് ഇതിന്റെ ഉള്ളിലാണ്. നമ്മുടെ കാഴ്ച എങ്ങോട്ടെങ്കിലും മാറുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റീരിയോ തരുന്നുണ്ട്. പിന്നെ 2 നല്ല സ്പീക്കറുകൾ, അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ല സ്പീക്കേഴ്സ് തന്നെയാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ക്യാബിന്റെ അകത്തേക്ക് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കർട്ടൻ ഇതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ബാക്കിയുള്ള വണ്ടികളിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഇപ്പൊ ക്യാബിനിൽ വരുന്ന വണ്ടികളിൽ ഇല്ല അല്ലേ? ഇല്ല. ഞാൻ മറ്റേ ഇതൊക്കെ പോയി നോക്കി, ഭാരത് ബെൻസ് ഇപ്പോഴാണെങ്കിലും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോയിൽ ഉണ്ടാവുന്ന ഫോൾട്ടുകൾ നിങ്ങൾ ഒന്നും വിചാരിക്കേണ്ട, മൊബൈൽ ക്യാമറയിൽ എടുക്കുന്നതുകൊണ്ടാണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴത്തേക്കൊക്കെ ഇതായി മാറും. അപ്പൊ നമുക്ക് ഈ ഭാരത് ബെൻസിന്റെ ശബ്ദം. ഇതിപ്പോ എഞ്ചിൻ ഏതായിരുന്നു? ക്യുമിൻസിന്റെ എഞ്ചിൻ. ഇതിന് മുമ്പ് വന്നോണ്ടിരുന്ന ഏതാ? ഇപ്പൊ ക്യുമിൻസിന്റെ എഞ്ചിൻ വന്ന് ചെയ്ത എഞ്ചിൻ. ഈ ഒരു സൗണ്ട് കേൾക്കുന്നത് ഇതിനകത്ത് എയർ കുറവാണ് കേട്ടോ, അതിന്റെ ആണ് ഈ സൗണ്ട് കേൾക്കുന്നത്. AC. പിന്നെ ഇത് ലെഫ്റ്റ് ടാങ്ക്. ഇവിടെ ഇത് നമ്മുടെ RPM കൂട്ടിയിട്ട് ഇത് ക്രൂസ് കൺട്രോളിന്റെ സ്വിച്ചുകളാണ്.
പിന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് പവർ വിൻഡോ, പിന്നെ ഈ സൈഡിൽ ഇപ്പുറത്തായിരുന്നു ആ സൈഡിലേക്കുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായതാണ് ആ സൈഡിലേക്ക് വരുന്ന പവർ വിൻഡോ. ക്യാമറ കാര്യങ്ങളൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് ഭാരതൻസിലാണ്. മറ്റവരിപ്പോൾ ചെയ്യുന്നുണ്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട്. അത് ഭാരതൻസിന്റെ പഴയ വണ്ടിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഡിഫറൻഷ്യൽ ലോക്ക്, ആ സ്വിച്ച്, ഡിഫറൻഷ്യൽ ലോക്കിന്റെ സ്വിച്ച് താഴെയാണ് വെക്കുന്നത്. ഡിഫറൻഷ്യൽ ലോക്കിന്റെ സ്വിച്ച് താഴെ കാണുന്ന ഡിഫറൻഷ്യൽ ലോക്ക് സ്വിച്ച്. പിന്നെ നമ്മൾ കണ്ട് ഫീൽ ചെയ്തതാണ്. മറ്റൊരു വണ്ടിയാണെങ്കിൽ വേറെ കയറി വരില്ല. കാരണം എന്താന്ന് വെച്ചാല് അവിടെ വണ്ടി എനിക്ക് വേണമെന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു പറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് എടുത്തപ്പോഴത്തേക്ക് വണ്ടി മുമ്പോട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പിന്നെ വണ്ടി കയറുന്നില്ല. വണ്ടി ഇട്ടിരിക്കുന്ന സ്ഥലത്ത് വണ്ടി മുമ്പോട്ട് വരുന്നില്ല. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അത്രയും ഇതായിട്ട് ക്ലേ എടുത്തിട്ട് ഇതായിട്ടുള്ള ഒരു യാർഡാണ്. അപ്പൊ അവിടെ നിന്ന് മുമ്പോട്ട് കയറി വരുന്നില്ല. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തീരെ കയറി വരുന്നില്ല. അപ്പോ ഞാൻ നോക്കിയിട്ട് നടന്നില്ല. അവസാനം PDAന്റെ ആള് വന്ന് അദ്ദേഹം വന്നിട്ട് സിമ്പിള് ട്രെയിനർ വന്നിട്ട് സിമ്പിളായിട്ട് വണ്ടി കയറി വന്നു. അതും കാലി ബോഡി പോലും കേട്ടത് ക്ലീൻ ചേസസ്, വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് വണ്ടി കയറി വന്നു. ഇതിൽ സ്പീഡായിട്ട് വണ്ടി കയറി വന്നതിന് അത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയത് കേട്ടോ, ആ ഒരു ഇത് കണ്ടിട്ട്. പിന്നെ ഇത് നമ്മുടെ എപ്പോഴും നമ്മുടെ റെറ്റിന് ഫുൾ ടൈം സ്കാനിങ്ങിലുണ്ടാവും. ഇതാണ് ഡ്രൈവറുടെ മോണിറ്ററിംഗ് സിസ്റ്റം. പിന്നെ പുറകിലുള്ള നമ്മുടെ ക്യാബിൻ, സ്ലീപ്പർ ക്യാബിൻ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ക്യാബിൻ. സ്പേസ് ഉണ്ട്. നല്ലൊരു പാചകത്തിലുള്ള സാധനങ്ങളല്ല. നാഷണൽ പെർമിറ്റിൽ ഓടുമ്പോഴത്തേക്ക് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഒതുക്കി വെക്കാൻ പറ്റണം. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ മൂപ്പരടുത്ത് സംസാരിച്ച് നോക്കട്ടെ. നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി തരും, എന്നതേക്ക് കിട്ടും, ആ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കട്ടെ. ഓക്കെ. പൊതുവെ നമ്മളെ കസ്റ്റമേഴ്സ് ഒരുപാട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. മറ്റുള്ള വണ്ടിയെ വെച്ച് നമ്മുടെ വണ്ടി വില കൂടുതലാണ്. 15,000 മുതൽ ഏതാണ്ട് 12,000 മുതൽ 15,000 രൂപ നമുക്ക് EMI കൂടുതലാണ് മറ്റുള്ള വണ്ടി വെച്ച്. നമ്മൾ പറഞ്ഞു വരുന്ന ഒരു ഒപ്പേക്കുണ്ട്, കണക്കുണ്ട്, ഡീസൽ മൈലേജിന്റെ കാര്യത്തിൽ ഒരു ട്രിപ്പിൽ തന്നെ നമുക്ക് ഇത്ര ഒരു എക്സ് എന്നൊരു എമൗണ്ട് നമുക്ക് എടുക്കാം. ആ ഒരു എക്സ് എന്നൊരു എമൗണ്ട് മറ്റുള്ള വണ്ടിയെ അപേക്ഷിച്ച് ട്രിപ്പ് സെയിം ഓടി വരുന്ന ട്രിപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മളെ വണ്ടി ഓടി വരുമ്പോൾ ഇത്ര രൂപ മൈലേജിന് എക്സ്ട്രാ തന്നെയാണ്, ഒരു ബെനിഫിറ്റ് തന്നെയാണ്. മൈലേജ് കിട്ടുക ഈ നാഷണൽ പെർമിറ്റില്. അതായത് നമ്മളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇവര് എങ്ങനെയാണെങ്കിലും നമുക്ക് എന്താണ് ലോഡിന് ടണ്ണേജിനാണ് പൈസ വരുന്നത്. അപ്പൊ അത് മൈലേജിന് ഡീസൽ വണ്ടി അപേക്ഷിച്ച് ഭാരത് ബെൻസ് പറയുന്നത് 20% എപ്പോഴും കൂടുതൽ തന്നെ കൂടുതലായിരിക്കും മൈലേജ്. നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിന് കൊടുക്കുന്ന ആ ഒരു വാക്ക് നമ്മളത് പാലിക്കുന്നുണ്ട്, 20 കിട്ടുന്നുണ്ട്. കേസിൽ നമ്മുടെ ട്രെയിനർ പോയി ആളിനെ അവരുടെ ഡ്രൈവർ നമ്മുടെ ആളെ പോയി ട്രെയിൻ ചെയ്യാൻ 20 കിട്ടുന്നുണ്ട്. നല്ല അതായത് ഒരുപാട് കസ്റ്റമേഴ്സ് മറ്റുള്ള അപേക്ഷ നോക്കുമ്പോൾ മൈലേജ് കൂടുതൽ കിട്ടിയതിന്റെ ഒരു റിപ്പോർട്ട് ടെസ്റ്റിലൂടെ നമുക്കത് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ലോറിൻ്റെ പിടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ തന്നെ ഇവിടെ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുവാണെങ്കിൽ ഉപകാരപ്പെട്ടല്ലേ. കാരണം ഇപ്പം എന്താണെന്ന് വെച്ചാൽ അധികം ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുന്നത് തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ? വളരെ റയറായിട്ടാണ് ഇങ്ങനെ ഫീൽഡിലേക്ക് വരുന്നത് തീരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഇത് ഏതായാലും അതൊരു നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. ചില കൺസെപ്റ്റ് ഒരു 10-ൽ 2-3 പേര് ചിന്തിക്കുന്ന എനിക്ക് വില കുറഞ്ഞ വണ്ടി മതി. പക്ഷെ അങ്ങനെയുള്ളവർ നമ്മൾ ഇതിപ്പോ വണ്ടി ഓഫ് ആയി 5 മിനിറ്റ് ആകുമ്പോൾ തനിയെ വണ്ടി ഓഫ് 5 മിനിറ്റ് ആക്സിലേറ്ററിലോ എന്തെങ്കിലും നമ്മുടെ കൈ എത്തിയില്ലെങ്കിൽ വണ്ടി തനിയെ ഓഫ്. ഓക്കെ. അതും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ആണെന്ന് വണ്ടിക്കകത്ത് നമുക്ക് ഒരിക്കലും AC ഇട്ടിരുന്ന് ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ ഓണറല്ല പോകുന്നെങ്കിൽ പലർക്കും സംശയമാണ് എന്റെ ഡ്രൈവർ AC ഇട്ടിരുന്ന് ഉറങ്ങുന്നുണ്ടോ. നമ്മുടെ വണ്ടിയിൽ പറ്റില്ല, കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതെങ്ങനെയാ? ഇത് ഔട്ടർ എയർ താഴോട്ട് എപ്പോഴും നമ്മൾ ഇന്നറിലേ ഇടാവുള്ളൂ. ഔട്ടറാണ് ഈ പുറത്തുള്ള പൊടി മൊത്തം ഫിൽറ്റർ കഴിഞ്ഞാൽ വരുന്നത്. എന്നാലും കൂടുതൽ യൂസ് ചെയ്യാൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് താഴെ തന്നെയാണ്. ഇത് AC-യുടെ സ്വിച്ചാണ്. ഈ AC-ന്റെ ഫാൻ ഇതുവരെയായിട്ട് ഓഫ് ആയിട്ടില്ല. ഫാൻ അങ്ങനെ ഓഫ് ആവില്ല, 0 ഓഫ് ആവൂല, ഉണ്ടാവും അല്ലേ. പിന്നെ ചാർജിങ് പോയിന്റ് ആണ്. ചാർജിങ് പോയിന്റ് അഡീഷണൽ വേണമെങ്കിൽ നമുക്ക് വെക്കാമല്ലോ അല്ലേ നമ്മുടെ. ഓക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.